മക്കളെ നമസ്കാരം, ആതിര മിസ് ആണ് കേട്ടോ. ഒരു സ്നേഹാനുഭവം എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ? എന്താണ് സ്നേഹാനുഭവം എന്ന് അറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ ലൈഫിൽ ഒരു സ്നേഹാനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലോ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും മിസ് എന്താണ് സ്നേഹാനുഭവം, എങ്ങനെയാണ് ഒരു സ്നേഹാനുഭവം തയ്യാറാക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മിസ്സിൻ്റെ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സെറ്റാണല്ലോ. ഓക്കെ, ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയെ ഇഷ്ടമാണ്. മുത്തശ്ശിയുടെ മനസ്സ് നിറയെ സ്നേഹമാണെന്നും ഉണ്ണിക്ക് അറിയാം. മറ്റൊരു കുട്ടി തന്റെ മുത്തശ്ശിയെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? മുത്തശ്ശി പക്ഷിക്കൂടാം കാതും വെച്ച് തുമ്പപ്പൂവും മുണ്ടുമുടുത്ത് വെറ്റിലപ്പാക്കും 100മായി ഉമ്മറവാതിലിൽ എത്തുന്നേരം വായിൽ നിന്നും തെച്ചിപ്പൂ മനസ്സു നിറയെ മുല്ലപ്പൂ. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്നേഹാനുഭവം നിങ്ങൾക്കും ഉണ്ടാവില്ലേ? ഉണ്ടാവും. മുത്തശ്ശി, മാതാപിതാക്കൾ, അധ്യാപകർ, കൂട്ടുകാർ, നിങ്ങളുടെ ഒരു സ്നേഹാനുഭവം എഴുതൂ. അതിന് യോജിച്ച പേരും നൽകുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്നേഹാനുഭവം നോക്കിയാലോ? ബാ, മിസ്സിന്റെ സ്നേഹാനുഭവത്തിന്റെ തലക്കെട്ട് എന്താണ്? ശീർഷകം എന്താണ്? എന്റെ ചേട്ടൻ. നമ്മളെ ഏറെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ വേദനയിലും ദുരിതത്തിലും ഓടിയെത്തി ആശ്വസിപ്പിക്കുന്നത്. അത്തരമൊരു അനുഭവമാണ് എനിക്കുള്ളത്. ഒരിക്കൽ എനിക്കൊരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചു. എൻ്റെ കാലിലെ എല്ല് പൊട്ടി. 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന ശേഷമാണ് വീട്ടിലേക്ക് പോയത്. എൻ്റെ വീട്ടിലേക്ക് റോഡില്ല. ഒരു ഇടവഴിയിലൂടെ ഇത്തിരി ദൂരം നടന്നു വേണം വീട്ടിലെത്താൻ. ഹോസ്പിറ്റലിൽ നിന്നും വരുന്ന ദിവസം റോഡ് അവസാനിക്കുന്നിടം വണ്ടി നിർത്തിയപ്പോൾ എങ്ങനെ പോവൂ എന്ന ചിന്തയിലായിരുന്നു ഞാൻ. ഒരടി നടക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. എടുത്തുകൊണ്ടു പോകാൻ അച്ഛൻ കൂടെ ഇല്ലതാനും. ആ സമയം എൻ്റെ ചേട്ടൻ എന്നെ എടുത്തുകൊണ്ട് വീട് വരെ നടന്നു. ദിവസവും പല കാര്യങ്ങൾക്കും ഞാനും ചേട്ടനും വഴക്കും അടിയുമാണ്. പാവം, അവൻ എന്നോടുള്ള കരുതലും സ്നേഹവും ഈ അപകടത്തിന് ശേഷം മാത്രമാണ് എനിക്ക് മനസ്സിലായത്. നല്ലൊരു സ്നേഹാനുഭവമാണ് അല്ലേ? അപ്പൊ ഇത് വായിച്ചത് നിങ്ങൾ കേട്ടപ്പോ നിങ്ങളുടെ മനസ്സിലും ഒരുപാട് സ്നേഹാനുഭവങ്ങൾ ഇങ്ങനെ പല ഭാഗത്തുനിന്നായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. മിസ്സിനറിയാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സ്നേഹാനുഭവം എഴുതാൻ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ നന്നായിട്ട് എഴുതുക കേട്ടോ. കാരണം ആ ഒരു അനുഭവം കേൾക്കുമ്പോൾ നമ്മൾ അത് വായിക്കുന്ന ആൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കണം. നല്ലൊരു അനുഭവമാണെന്ന് തോന്നണം കേട്ടോ. അപ്പം എന്തായാലും മക്കളെ, ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ സെറ്റായിട്ട് എഴുതുന്നുള്ള വിശ്വാസം മിസ്സിനുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.